നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ശരത്തണ്ണ ശീഘ്രം വാങ്ങോ, ഞാൻ വെയിറ്റ് പണിട്ടിരിക്ക. എന്റെ പൊന്നമുദം, ഞാൻ വന്നോണ്ടിരിക്കുക. നിങ്ങള് പോലീസില് വിവരമൊന്നും അറിയിച്ചിട്ടില്ലല്ലോ? മുറിവേറ്റർ ബന്ധുക്കൾക്ക് എന്തെങ്കിലും പരാതി? ഇല്ല, എല്ലാം ശരത്തണ്ണ വന്നിട്ട് തീരുമാനിക്കാന്ന് ഡോക്ടറമ്മ പറഞ്ഞു. വെരി ഗുഡ്. നീ എല്ലാം ഭദ്രമായി പാത്തുക്കോ. ഞാൻ ദേ എത്തി. നീ വെച്ചോ, ഫോൺ വെച്ചുക്കോ. എരുമമാടും ശരത്ത് കൂപ്പിട്ടാച്ചാ? ഇപ്പൊ ജസ്റ്റ് കൂപ്പിട്ടതേ ഉള്ളൂ അമ്മ. ലേറ്റ് ആവോ? ഇല്ലമ്മ, ശീഘ്രമാ വന്നോണ്ടിരിക്ക. ശരത്തിനോട് എന്നെ சொல்லணும்னு എനിക്ക് தெரியல. അമ്മ ரொம்ப ടെൻഷൻ ആവാതെ. ശരത്തിന് ரொம்ப പാവം. ശരത്ത് അണ്ണനാ? അല്ല, ശരത് സർ. സോറി മാ. ஏய் அமுதம், நீ எனக்கு நர்ஸ் மாதிரி அல்ல, எனக்கு தங்கச்சி மாதிரி. அதனால நான் சொல்றேன், ശരത്ത് ആരെന്നോ ஊர் ஏதென்னோ நமக்கு தெரியாது. ரொம்ப பணக்காரன், கோடீஸ்வரன். എന്നാലും கொஞ்சம் டிஸ்டன்ஸ் கீப் ചെയ്യ്, அல்லேன்னா ஆபத்து. உனக்கு நான் சொன்னது புரிஞ்சுதா? தெரிஞ்சு போச்சு மேடம். ശരി അമുദം. ശരത് സാർ വന്നെന്ന് തോന്നുന്നു. നാരായൺ ജി, കൈസാ ഹേ? പഴയ പട്ടാള ഓർമ്മയിൽ ഇരിക്കട്ടെ അല്പ ഹിന്ദി. പിന്നെ പറയ്. രണ്ടാമത്തെ പേരക്കുട്ടിയുടെ ചോറൂണോ? അതെവിടെ വെച്ചാ? ചോറ്റാനിക്കര വെച്ചോ? ഈ 18-ാം തീയതിയോ? അന്ന് വരാമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല. എന്തായാലും ഇടയ്ക്ക് അതുവഴി വരാം. ശരി, ഓർത്തതിനും വിളിച്ചതിനും ഒക്കെ വളരെ നന്ദി. ശരി എന്നാ. ആരായിരുന്നു അച്ഛാ? BSF ഉണ്ടായിരുന്ന നാരായണൻ കർത്ത. അയാളുടെ രണ്ടാമത്തെ പേരക്കുട്ടിയുടെ ചോറൂണിന് വിളിച്ചതാ, ചോറ്റാനിക്കരയിൽ വെച്ച്. അതിനും വേണം ഒരു യോഗം. എനിക്കതിനുള്ള ഭാഗ്യം ദൈവം തരാത്തോണ്ടല്ലേ അച്ഛാ? ഏയ്, നിന്നെ സങ്കടപ്പെടുത്താൻ പറഞ്ഞല്ല, സിദ്ധുവിന്റെ കാര്യമാ ഉദ്ദേശിച്ചത്. ഇനിയെന്നാ അവന്റെ മനസ്സൊന്ന് മാറുക? എന്നാ സില്ലുമോളുടെ കല്യാണം നടക്കുക? അതൊക്കെ കാണാൻ ഞാൻ ഉണ്ടാവോ? എന്താ എന്താ സിദ്ധു? എടാ സിദ്ധു, സില്ലു, എടാ ഒന്ന് ഓടി വാടാ. ഇവിടെ ഇരിക്ക അച്ഛാ, ഇവിടെ ഇരിക്ക. അച്ഛാ ഒന്നുമില്ല അച്ഛാ. ചേച്ചി എന്താ? എടാ അച്ഛൻ എന്തോ വയ്യാഴിക. എന്ത് പറ്റി? ഹോസ്പിറ്റലിൽ പോണോ? നീ അച്ഛനോട് കുശലം ചോദിച്ചോണ്ട് നിൽക്കാതെ കാർ ഇറക്കടാ, ആശുപത്രി പോവാ. ആശുപത്രിയിലൊന്നും പോണ്ട. വേണം അച്ഛാ, അച്ഛനെ വല്ലാതെ വേർക്കുന്നു. ഷുഗർ ഡൗൺ ആയതാണോ എന്നൊരു സംശയം. ഹൈപ്പോഗ്ലൈസീമിയ. നീയാ ജോർജ് ഡോക്ടറെ ഒന്ന് വിളിച്ചാ മതി. ഗ്ലൂക്കോസ് മോണിറ്ററും BP അപ്പാരറ്റസുമായി അയാളിങ് വരും. അത് മതി. ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി. ഒരു വെപ്രാളവും കാണിക്കണ്ട. അത് മതിയെന്ന്. അതോ ഇനി എന്റെ BP കൂട്ടുന്നോ? സിധു, എന്നാ നീ വേഗം ഡോക്ടറെ വിളിക്കേ. ചെല്ലട വേഗം. ഞാൻ പറഞ്ഞിരുന്നല്ലേ കാര്യമായിട്ട് ശ്രദ്ധിക്കണമെന്ന്. കാര്യമായിട്ട് എന്നെ ശ്രദ്ധിച്ചിരുന്ന ശരസ, പക്ഷെ ഇങ്ങനെ സംഭവിക്കുമെന്ന് നിങ്ങൾ ഊഹിച്ചു കാണില്ലായിരിക്കും, അല്ലേ ഡോക്ടർ? പക്ഷേ ഞാൻ ഊഹിച്ചിരുന്നു. പ്ലീസ് ശരത് സർ,
ഡോക്ടർ അമ്മാവോട് കലമ്പാതെ. ഇന്നലെ നൈറ്റിലായിരുന്നു സംഭവം. അതെന്നോട് ഫോണിൽ പറഞ്ഞിരുന്നല്ലോ. ആർക്കൊക്കെയാ പരിക്ക് പറ്റിയത്? അത് വന്ന് അറ്റൻഡർ വാസുകിക്കും ഗാർഡ് രാജമാണിക്യത്തിനും. ഗുരുതരമാണോ? അത്രയ്ക്ക് ഡീപ്പ് ഉണ്ടെന്നും അല്ല, എന്നാലും ബ്ലഡ് കുറെ പോയി. ശ്ശെ. സാറ് വരൂ. ഇനി എന്തൊക്കെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയത്തില്ല. നിസ്സാര കാര്യമല്ല ഇവിടെ നടന്നിരിക്കുന്നത്. പക്ഷേ അവർ ഒരു രീതി വെച്ച് ഒരു കാര്യം ഉറപ്പാ, അവരെങ്ങനെയെങ്കിലും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും, അല്ലെങ്കിൽ എന്നെ. എന്തായാലും പോലീസിലൊന്നും അറിയിക്കായിരുന്നത് നന്നായി. ഇനി വെറുതെ പഴി പറഞ്ഞുകൊണ്ട് നിന്നിട്ട് കാര്യമുണ്ടോ? ഡോക്ടർ വാ. വളരെ ഡേഞ്ചറസ് ആയ ഒരു ക്യാരക്ടർ ആയതുകൊണ്ടാണ് അവരുടെ മേലൊരു പ്രത്യേക ശ്രദ്ധ വേണമെന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞത്. ഇത്ര വിശദീകരിച്ചൊന്നും പേഷ്യന്റ് ഡീറ്റെയിൽസ് ശരത് സാർ പറഞ്ഞിരുന്നില്ല. ശരത് സാറും പേഷ്യന്റും തമ്മിലുള്ള റിലേഷൻ പോലും പറഞ്ഞിരുന്നില്ല. ഞാനും പേഷ്യന്റും തമ്മിലുള്ള റിലേഷൻ അവിടെ നിൽക്കട്ടെ, അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. രക്ഷപ്പെട്ടു പോയ പേഷ്യന്റിനെ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് പറ. ഇത്തരം പേഷ്യൻസിന്റെ ഒരു പൊതു സ്വഭാവം വെച്ച് ചില നിസ്സാര കാര്യങ്ങൾക്ക് അവർ രാത്രികൾ വയലന്റ് ആവുകയും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി രക്ഷപ്പെട്ട് പുറത്തു പോവുകയും ചെയ്യും. മനസ്സൊന്ന് ശാന്തമായി കഴിയുമ്പോൾ തനിയെ തിരിച്ചു വരികയും ചെയ്യും. അങ്ങനെ കരുതി വെറുതെ ഇരിക്കാൻ പറ്റുമോ ഡോക്ടർ? അല്ലെങ്കിൽ പിന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യാൻ ഡോക്ടർക്ക് ഭയം കാണുമെന്ന് എനിക്കറിയാം. കാരണം ഇത് ഒരുപാട് ഇല്ലീഗൽ ആക്ടിവിറ്റീസും ഇമ്മോറൽ ആക്ടിവിറ്റീസും നടക്കുന്ന ഒരു മെന്റൽ അസൈലം ആണല്ലോ. അങ്ങനെയൊന്നും അല്ല ശരത് സാർ. അതെന്തെങ്കിലും ആട്ടെ. ആ മുറിവ് പറ്റിയൊരു സെറ്റിൽ ചെയ്ത്, പിന്നെ എന്റെ പേഷ്യന്റിനെ കുറിച്ച് എന്ത് ഇൻഫർമേഷൻ കിട്ടിയാലും അത് എന്നെ തന്നെ ആദ്യം അറിയിച്ചിരിക്കണം. നിങ്ങൾ എവിടെ ട്രാക്ക് ചെയ്താലും എവിടെ ലോക്ക് ചെയ്താലും